നമസ്കാരം, കേരള ജനക്കൂട്ടം വിക്കി തകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. അതെ, മറ്റു സംസാരങ്ങളൊന്നുമില്ല, റിയാക്ഷനിലൂടെ ഡയറക്റ്റ് കിടക്കുക. ചേച്ചിയുടെ മോൻ എന്ന് പറയുമ്പോഴത്തേക്കും പറയടാ മൈരെ. ഒരുപാട് ചേച്ചിമാരുണ്ടല്ലോ. അമ്മക്ക് ചേച്ചിയില്ലേ, അമ്മയുടെ ചേച്ചിയുടെ മോള് കസിനല്ലേ? വാവ്, വാട്ടെ അറിവ്. അമ്മയുടെ ചേച്ചിയുടെ മോള് കസിനാണ്. കസിനാണ് നിന്റെ കസിനാണോ? ആര്? ചേച്ചിമാരുണ്ടല്ലോ. അമ്മക്ക് ചേച്ചിയില്ലേ, അമ്മയുടെ ചേച്ചിയുടെ മോള് കസിനല്ലേ? കസിനാണ് എന്റെ. നിന്റെ കസിനാണോ ഇത്? നിന്റെ പെങ്ങളാണോ ഇത്? വാവ്, വാട്ട് എ ഫാമിലി. അവര് ട്രോളട്ടെ, അവര് കമന്റ് അടിക്കട്ടെ, നിങ്ങൾക്ക് നല്ലതാ. നിങ്ങളങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ കത്തട്ടെ, കുഴപ്പമില്ല. തെറി വിളിക്കട്ടെ, ഞങ്ങളല്ല തെറി വിളിക്കണേ, ഞങ്ങളത് കേട്ടോ. വാവ്, വീണ്ടും വാട്ട് എ ഫാമിലി. എത്ര മനോഹരമായ ഒരു കുടുംബം. പ്രശ്നമില്ല, ഇനി വിളിക്കട്ടെ ആൾക്കാര്. ഞാനൊന്ന് വല്ലതും കണ്ടോ? ഇതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഏതോ ചാത്തന കറങ്ങി നടക്കുക ഇവിടെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നല്ല കിരീട ഫാമിലിയാണ്. എന്തും അവനെ പറഞ്ഞോളാം, അവൻ തന്നെ പറയുന്നുണ്ട്. നല്ല പയ്യൻ. ഒത്താലോമനെ പല പേപ്പുണ്ടാ. ഒരു ചെവി കൂടെ എന്താ കേട്ടാലല്ലേ വിടേണ്ട ആവശ്യമില്ല. ഡാഡി, ഡാഡിയാ? കോമളനും സുന്ദരനുമായ അച്ഛൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരാൾക്ക് കൊടുക്കുമ്പോ നമുക്ക് സംബന്ധിച്ചിടത്തോളം തമ്പി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. തുമ്പി എന്താ പറയാ, തുമ്പി ചില കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ വളരെ മനോഹരമായിട്ട് നമുക്ക്, എനിക്കൊന്നും പറയാനില്ല. ഇവൻ തുമ്പിന്റെ സബ്സ്ക്രൈബറാ. തുമ്പി പൊത്തിപ്പിടിക്കുന്ന മഞ്ഞമുടി ഒന്നും കാണാൻ പറ്റുന്നില്ല. അതാ, അങ്ങനെ പറയാൻ പാടില്ല. കണ്ടിട്ടുണ്ടോ? ഈ ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെന്നാണ് പറയുന്നത്. ഇവൻ തുമ്പി ഒരു കുറുമ്പിയാണ്. തുമ്പിയുടെ കൂടെ നടക്കുന്ന ഒരു കുറുമ്പനും. കുറെ ആൾക്കാരുടെ ഡൗട്ടാണ്. വീണ്ടും തുമ്പി. കുറെ ആൾക്കാരുടെ ഡൗട്ടാണ്. കുറെ ആൾക്കാർ ഹസ്ബൻഡാന്ന് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതൊന്നല്ല, കുഴപ്പമില്ല. ആൾക്കാർ പറയട്ടെ, അത് പ്രശ്നമില്ല. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് സ്വന്തം വർഷങ്ങളായിട്ട് കല്യാണം ഇപ്പൊ നോക്കണില്ലേ? തുമ്പിയുടെ ബ്രദറാണ്, തുമ്പിയുടെ മമ്മിയാണ് അപ്പുറത്തിരുന്ന്. തുമ്പിയുടെ വീട്ടിൽ തന്നെയാണ് തുമ്പിയുടെ ബ്രദർ. എന്താ ഉമ്പനാടാ മൈരി ഈ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചിരുന്നേ? തുമ്പിയുടെ യാഥാർത്ഥ്യം അതിർത്തികളാണ്. യാഥാർത്ഥ്യം ഇസ്രായേലും പലസ്തീനും യുദ്ധമാണ്. യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ ഫേസ് ഓഫ് ആണ്. താൻ സ്വല്പമെങ്കിലും ബുദ്ധിയുള്ളവരുത്തനാണെന്നുണ്ടെങ്കിൽ കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അപ്പൊ ഇന്ത്യ ആ അതിർത്തി എവിടെ പോയി? മൈസൂർ ടിപ്പു സുൽത്താനും കേരളവും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യുദ്ധം ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ യുദ്ധമില്ല. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇഷ്യൂ വരുന്ന സമയത്ത് തമിഴിനും മലയാളിയായിട്ട് സംസാരിക്കുമല്ലോ. യുദ്ധമുണ്ടോ? യുദ്ധമില്ല. കാവേരിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും അടുക്കിടുന്നുണ്ടല്ലോ. യുദ്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധമില്ലാതായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് യുദ്ധം പറയുന്നത്. എന്നാ സാറേ മനസ്സിലായി? നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലാ എന്നാ കിടിലൻ സാധന പുള്ളി പറഞ്ഞ്. സംഭവം എന്തൊക്കെയാണെങ്കിലും പുള്ളി പറഞ്ഞ കാര്യം അത് ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. സത്യമാണ്. ഇവിടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല ഉണ്ടായില്ലേ? സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്നോട് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാണ് ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത്
1000 യുദ്ധം ചെയ്യേണ്ടിയിരുന്ന ഒരു ലോകമായിരുന്നത്. ആ സ്ഥലത്ത് നിന്ന് ആ യുദ്ധങ്ങൾ ഒഴിവായിപ്പോയി. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ട്രെഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ആ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചുകാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ 28 രാജ്യത്തിനകത്ത് നടന്നു പോവാം. ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാതെ അതിർത്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കേടുണ്ടെങ്കിലേ പറ്റും. ഹാഷ്മി അങ്ങനെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. വല്ലാത്ത ഒരു കഷ്ടം തന്നെയായിപ്പോയി. എടോ എന്നെ ഇടയ്ക്കൊന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. ലോക 2 പുറത്ത് കിട്ടാ ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ താല്പര്യമില്ല. അതെന്താ? 50 കൊല്ലം കൂടുമ്പോഴോ? വല്ലപ്പോഴും ഒരു 50 കൊല്ലം കൂടുമ്പോഴോ 100 കൊല്ലം കൂടുമ്പോഴോ താല്പര്യമില്ല. അതെന്താ? നീ ഒരു ബോറനായതുകൊണ്ട്. കള്ളു കുടിച്ചാൽ 6 ബോറൻ. ഞാൻ ബോറനോ? താനാടോ ബോറൻ? ഞാൻ ഫണ്ണ. പിന്നെ മിസ്റ്റർ, ഈ കള്ളൂടി ഞങ്ങളെ ചാത്തന്മാരുടെ ഒരു ബേസിക് ട്രീറ്റ് ആണ്. ഞാൻ മാത്രമല്ല, എന്റെ 389 ബ്രദേഴ്സും ക്രോണിക് ആൽക്കഹോളിക്സ് ആണ്. കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഭയങ്കര ഫണ്ണ. കോപ്പാണ്. ഇയാളൊരു മാതിരി. എന്തിനാണ് അത്ര ബലം പിടിക്കുന്നത്? ഒന്ന് ഫ്രീ ആവണം. അമ്പടി ദുൽക്കു ഇവിടെ ഇതെപ്പ പുറത്തിറങ്ങിയടാ? ലോക ഒന്നിൽ ഇങ്ങനെ ഒരു സീനില്ല. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയങ്കാട്ട് നീരി, മൈ ഗേൾ. ചാപ്റ്റർ 2 ഞാനാ മോനെ. ആയിക്കോട്ടെ. തന്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കട്ടെ, ഹിറ്റ്ലറിനെ തട്ടിയത് താനല്ലടോ? സത്യം പറ. അല്ല, ഇതിനകത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ഹിറ്റ്ലറിനെ തട്ടിയത് കഥ വേറെ കഥയാണല്ലോ. ഇപ്പം അതുകൊണ്ട് ചോദിച്ചാ നിനക്കിപ്പോ എന്താ വേണ്ട? എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അറിഞ്ഞായിരുന്നോ? പുള്ളി എന്റെ അത്ര ഫണ്ണല്ല, ചില വയലന്റാ. അറിയാം. മൂത്തോന് തന്നെയാണ് അവന് വേണ്ടത്. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ചേട്ടനല്ലേ. അതിന് എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്. തുവിനോട് തന്നെ മറ്റൊരു കഥാപാത്രം കുറച്ച് പ്രശ്നക്കാരനാണെന്നാണ് പറയുന്നത്. ചാത്തന്റെ പരിപാടികളാ ഈ മുറിയിലുമുണ്ട്. ഇതുപോലെയുള്ള ചാത്തന്മാരുടെ ഒരു പരിപാടി. ചില സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്കതിനെ കുറിച്ച് വലിയ ധാരണയില്ല. സംഭവം എവിടെ ആണെന്നോ വ്യക്തമായിട്ട് അങ്ങോട്ട് കാണാറില്ല. പക്ഷെ വന്നു പോവും. ആരാന്ന് പറയടോ? അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? അല്ല ബ്രോ, എനിക്കറിയാം താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. പ്രശ്നം തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് എവിടെയുള്ള കറങ്ങിയാണെന്ന്. ചാത്തൻ എന്താണ് ഇവിടെ കറങ്ങി നടക്കുന്നത്? ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത 2 വണ്ടികളാണ്. അക്രമം സാറേ, പുതിയ കൊട്ടേഷനും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ? ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത 2 വണ്ടികളാണ്. മമ്മൂട്ടി അതിനകത്താണോ യാത്ര ചെയ്യുന്നത് എനിക്കറിയില്ല. നിർത്താം. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല,
വളരെ നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. കുഴയും, പക്ഷെ കുഴയുന്നതിന് മുമ്പ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതേ ഫോണൊന്നും എടുക്ക. ഫോണോ? നിങ്ങൾക്കുള്ളതാണ്. എന്നെ ആരാ ഇപ്പൊ നിങ്ങൾ വിളിക്കാൻ? കുവൈറ്റിലുള്ള അളീനാവോ? എനിക്ക് സുഖമാണ് സാർ. സാർ ഇതാണ് വൈസ് സിറ്റിയുടെ കഥ. 15 വർഷം ജയിൽ കഴിഞ്ഞ ശേഷം ടോമി വർസിറ്റി വിടുതൽ കിട്ടുന്നു. അവന്റെ ബോസ് സോണി ഫൊറല്ലി വൈസ് സിറ്റിയിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ അയാളെ അയക്കുന്നു. പക്ഷേ ആദ്യ ഡീൽ തന്നെ ഒരു അറ്റാക്കിൽ തകർന്നു പോകുന്നു. ഡ്രഗ്സും പണവും എല്ലാം നഷ്ടപ്പെട്ടു. ടോമി ആരുടെയും സഹായം കൂടാതെ പുതിയ നഗരത്തിൽ നിന്ന് നിലനിർത്താൻ പോരാടുന്നു. പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നു. ലാൻസ് വാൻസ് ഒരു സുഹൃത്തു പോലെ തോന്നുന്നു. ആദ്യകാലത്ത് ലാൻസ് ടോമിക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായിരുന്നു. എന്നാൽ സമയം കടന്നുപോയപ്പോൾ സ്നേഹം, വിശ്വാസം എല്ലാം പണത്തിനും അധികാരത്തിനും വേണ്ടി ലാൻസ് വഞ്ചിച്ചു. അവൻ ടോമിയെ വഞ്ചിച്ചു. അവനെ കൊല്ലാൻ തന്നെ ശ്രമിച്ചു. അവസാനം സോണിയും ലാൻസും ഒരുമിച്ച് ടോമിയെ നേരിടുന്നു. ആ രാത്രിയിൽ സുഹൃത്തായിരുന്ന ഒരാളെ തന്നെ ശത്രുവായി കാണേണ്ടി വന്നത് ടോമിയുടെ ഹൃദയം തകർത്തു. എങ്കിലും അവൻ തളർന്നില്ല. തന്റെ സ്വന്തം കരുത്തുകൊണ്ട് അവൻ എല്ലാവരെയും തോൽപ്പിച്ചു. അന്നേ രാത്രി ടോമി വർസിറ്റി ഒരു സാധാരണ ഗുണ്ടയായിരുന്നവനിൽ നിന്ന് വൈസ് സിറ്റിയുടെ രാജാവായി മാറി. പക്ഷേ സുഹൃത്തിന്റെ വഞ്ചനയുടെ മുറിവ് അവന്റെ മനസ്സിൽ എന്നും നിലനിന്നു. ഇതാണ് കുറച്ച് പഴയ ഓർമ്മകളിലേക്ക് പോയി. അവനെ ഞാൻ പണ്ടേ എന്റെ കൂടെ നിന്ന് എന്റെ കുണ്ടി കടിച്ചവനെ അവനെ കൊന്ന് തിന്നതാ ഞാൻ. എന്തായാലും നോക്കട്ടെ, മറ്റു വീഡിയോയിലേക്ക് പോവാം. ആദ്യം എന്റെ അടുത്തേക്ക് വന്നത് അല്ലെ? ഞാനല്ല ആദ്യമാണ് അല്ല, കുറെ നേരമായിട്ട് എന്റെ കുറച്ച് നാളുകളായിട്ട് എന്റെ ചുറ്റിപ്പറ്റി നടക്കണ്ടായിരുന്നു. ചേട്ടനാണ് ഉപ്പയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അടുത്തേക്ക് വന്നൂല. അപ്പൊ അത് വെറുതെ ഡ്രാമ കളിക്കായിരുന്നു. അത് ഡ്രാമ കളിക്കായിരുന്നു. ചേട്ടനെ പോലെയാണ്. പിന്നെ എന്തായിരുന്നു, ഹാർട്ട് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ അത് കാണിക്കണം. അപ്പൊ അത് നാടകമായിരുന്നു. അത് എനിക്ക് ആദിലയുടെ ചേട്ടനും ആവണ്ട, ഉപ്പയാവണ്ട, ഇങ്ങനെയുള്ള ഒരു ബന്ധം എനിക്ക് വേണ്ട. അതന്നെ. അതിനിപ്പോ ഇയാള് ബന്ധം വേണമെന്ന് പറഞ്ഞാൽ അയാളെ കെട്ടിപ്പിടിച്ചിരുന്നു ഇവിടെ ഇല്ലല്ലോ. ബന്ധം വെക്കാൻ പറ്റാനുള്ള മുതല് വാക്കുകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്നു. എനിക്ക് നല്ല ബുദ്ധി, വാക്കുകൾ കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാണുന്ന നമ്മൾ അനീഷിനെ പറയുന്നടാ. അനീഷിനെ എന്തോ കൊണ്ട് ഏതൊരു അനീഷിനെ ഞാൻ തപ്പൂട്ടി. ഞാൻ ശക്തമായി എതിർക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 3 എന്നുള്ളത് ഇപ്രാവശ്യം 6 ആക്കണം. അതിനുവേണ്ടി ഈ മത്സരാർത്ഥികൾ ഫൈറ്റ് ചെയ്യണം, സമരം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, എനിക്ക് എന്റെ അഭിപ്രായത്തില് എല്ലാം ന്യായമായിട്ടുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്യാം. സമരമാർഗം ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷേ മുകേഷ് ഏട്ടൻ പറഞ്ഞോളൂ, എനിക്കൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 3 ആയിരുന്നു അല്ലേ? അപ്പൊ ഇപ്രാവശ്യം ഒരു 6 ആക്കാം. അപ്പൊ ആ 6ലേക്കുള്ള സംഭാവനയായിട്ട് മുകേഷ് ഏട്ടന്റെ വക ഇന്നത്തെ പേയ്മെന്റിൽ നിന്ന് ഒരു എമൗണ്ട് തീർച്ചയായിട്ടും ജഗദീഷ് എനിക്ക് വേണ്ടി തരും. മുകേഷിന്റെ പൈസ ഇല്ല എങ്കിൽ ഞാൻ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും തരാൻ തയ്യാറാണ്. ഇല്ല ഇല്ലാന്ന് മുകേഷ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ റിലേറ്റീവ്സ് ഒരുപാട് പേര് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് എന്നെ ഏറ്റവും കൂടുതൽ പുച്ഛിക്കുന്നത് എന്താ പറയാ, മുകേഷ് സാർ എന്നും ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. സാർ ഒരു 10 പൈസ പോലും കൊണ്ടുവരുന്നില്ല. സാർ എന്താണ് സാർ? നമ്മളെല്ലാം വൈറ്റാ. കൊല്ലവടാ, കൊല്ലം അണ്ണൻ, കൊല്ലം. അയ്യോ, എന്തിനാ പൊന്നാ നീ ചിരിക്കുന്നേ? ഏത് പാട്ട്? കൊലുസെടുത്ത് നിനക്ക് എന്തോ മുഞ്ചാന്? നീ കൊലുസിട്ടോടാ കൂട്ടാ. കാണാൻ വരുന്നവര് മദ്യപിക്കാൻ പാടില്ല, നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായം
അങ്ങനെ ഒരു സംഭവം ഉണ്ടാടേ. ഞാൻ ഇങ്ങനെ അറിഞ്ഞു. കള്ളു കുടിക്കാനോ, നമ്മൾ കള്ളു കുടിക്കത്തില്ല, അങ്ങനെ മാംസം ഒന്നും കഴിച്ചിട്ട് ചെല്ലരുതെന്ന്, ഉപ്പൂപ്പി കോപിക്കും എന്ന് പറഞ്ഞ് സത്യം തന്നെ. ചേട്ടാ അതൊരു ഫേക്ക് ന്യൂസാ. எவனோ ஒருத்த போட்டது சோசியல் மீடியா, அதை பத்தி நேஷனல் வைட் டிஸ்கஷன் போயிட்டு இருக்கு. அது எதுக்கு போட்டன்னு தெரியல. அவனுக்கு யாரோ கேட்டாங்க டீம்ல, யாரா நீ என்னன்னு. அவன் ஒரு தனியா காந்தார பருவன்னு ஒரு பேஜ் போட்டு அதுல ஒரு டிசைன், என்ன காந்தார டிசைன் போட்டு வச்சிருக்கான் வந்து. அதுல இப்படி எப்படின்னு சொல்லிட்டு இருக்கான் வந்து. அது எங்களுக்கு சம்மதமே இல்ல. இது நாங்க அதுக்கப்புறம் யாரு இவன் என்ன பண்றான்னு அது வச்சுக்கிட்டு நிறைய பேரு மீட்டர் ஓட்டிட்டு இருக்காங்க. അങ്ങനൊന്നും ഇല്ല. എത്ര വേണേലും കുടിച്ചോ, പോയി കണ്ടോ, ഉപ്പുപ്പി കോപിക്കത്തില്ല. അപ്പൊ നമുക്ക് ഈ അമ്പലവാഴ തായളി സീരിയലില്ല, ഓ ഓ അവന്റെ ആക്ടിങ് കിടിലെന്ന് തായല് കാണുവാണോ ഇത്? നിനക്ക് കണ്ടിട്ട് കമ്പി അടിക്കുന്നതാടാ പുണ്ടാച്ചിയോനെ. സോറി ഗൈസ്, ഞാൻ കുറച്ച് ഓവറായി പോയി. അപ്പൊ സാരമില്ല, എന്നത്തെയും പറ്റുന്തുവാ. താരടാ റീത്തയോ? എടുത്ത് പൊക്കടാ, നിന്റെ നടുവിലങ്ങട്ട്. അയ്യോ കറക്കുവാ. ഇതെന്താണ്? ഇവൻ ബ്രഹ്മയുഗം, കൂതിയുഗം. ഞാൻ പറഞ്ഞത് വെറുതെ സംഭവിച്ചത് അത് തന്നെ, കൂതിയുഗം. ഞെട്ടിപ്പോയി. എന്റെ മുറി ചാത്തനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും നമ്മള് ഒരുപാട് മിനിറ്റിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഞാൻ എന്റെ കരൾ ഒരാൾക്ക് കൊടുക്കുവാണ്. ചാലക്കുടിയിലുള്ള ഒരാൾക്കാണ്, യാതൊരു പരിചയവും ഇല്ല. അപ്പൊ എന്തായാലും 10 ദിവസത്തിനുള്ളിൽ സർജറി ഉണ്ടാവും. എന്റെ കരളിന്റെ ഒരു ഭാഗം 60% ഞാൻ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിക്ക് കൊടുക്കുവാണ്. വന്നപ്പോ നല്ലൊരു പരിപാടിയാണ് കണ്ടത്. അപ്പൊ കണ്ണും മനസ്സും നിറഞ്ഞു. പിന്നെ ഇവിടെയുള്ളവരെല്ലാരും എന്നെ അന്വേഷിച്ചു എന്നപ്പോ അതിലേറെ എനിക്ക് സന്തോഷമായി. എനിക്കൊരു കുഴപ്പമില്ലാണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഇവിടെ തിരിച്ചു വന്നു. ഡോക്ടർ പറഞ്ഞ എന്നെ ചെക്കപ്പ് നടത്തിയപ്പം കരള് വളരാൻ തുടങ്ങി, പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കുന്നു. വളരെ സന്തോഷം. അതിലെനിക്ക് ഏറ്റവും സന്തോഷമായത് രാവിലെ 7:45 സർജറി തുടങ്ങി, രാത്രി 9:30 കഴിഞ്ഞത്. കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് ബോധം വന്നപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചത്, ഞാൻ കരള് കൊടുത്ത ആളെ രക്ഷപ്പെട്ടോന്ന് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. കരള് കൊടുത്ത ആൾക്ക് ഒരു കുഴപ്പമില്ല, നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനിയും എന്നെ കൊണ്ടാകാവുന്ന സഹായങ്ങള് ഏതൊരു വ്യക്തിക്കും ഞാൻ ചെയ്യും. അതെന്റെ മരണം വരെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ വിഗ്രഹങ്ങളൊന്നുമല്ല, ശരിക്കും ഇതുപോലെയുള്ള ആൾക്കാരാണ് ദൈവം എന്ന് പറയുന്നത്. കരള് കൊടുക്കുക എന്ന് പറഞ്ഞാല് ആർക്കാണോ ഇത് കൊടുക്കുന്നത് അവരനുഭവിക്കുന്ന അതേ വേദന തന്നെ ഇവരും അനുഭവിക്കണം. അത് കൊടുക്കാൻ കാണിച്ച മനസ്സിന് നമ്മൾ സ്വയം ചോദിച്ചൊന്ന് നോക്കിക്കുക, നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. പറ്റത്തില്ല. എന്തായാലും ഏതോ മുതുക്ക് താത്ത. സോ ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. കേരള ജനക്കൂട്ടം പവേഡഡ് ബൈ രമ വേണു. അതിമനോഹരമായ മറ്റു